ഇന്ത്യയുടെ നട്ടെല്ല് തകരുന്നു എന്ന് പ്രവചിച്ചവർക്കുള്ള മറുപടിയാണത്. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ലക്ഷ്യം പ്രഖ്യാപിച്ചു: കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും. അന്ന് പലരും ഇതിനെ പരിഹസിച്ചു. എന്നാൽ 2026 പുതിയ കണക്കുകൾ പുറത്തു വരുമ്പോൾ ലോകം അതിശയിക്കുകയാണ്. ഇന്ത്യൻ കർഷകരുടെ വരുമാനം വെറുതെ ഇരട്ടിയാവുകയല്ല, ലക്ഷ്യങ്ങളെയും മറികടന്ന് കുതിക്കുകയാണ്. എങ്ങനെയെന്നല്ലേ? ബിസിനസ് സ്റ്റാൻഡേർഡ് പുറത്തുവിട്ട നീതി ആയോഗിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 2014 to 2024 കർഷകരുടെ വരുമാനത്തിൽ 126% വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഓരോ വർഷവും ശരാശരി 10%-ലധികം വളർച്ച. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ നിർമ്മാണ മേഖലയേക്കാൾ വേഗത്തിലാണ് ഇന്ന് കാർഷിക രംഗം വളരുന്നത്. ഒന്നാമതായി കൃഷി വെറും നെല്ലിലും ഗോതമ്പിലും ഒതുങ്ങിയില്ല എന്നുള്ള കാര്യമാണ്. പാൽ, മത്സ്യം, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ മേഖലകളിലേക്ക് എല്ലാം തന്നെ കർഷകർ തിരിഞ്ഞു. രണ്ടാമതായി സാങ്കേതിക വിദ്യയുടെ വിപ്ലവം ഇതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഡ്രോണുകളും IoTയും കൃഷിയിടങ്ങളിലെത്തി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. IoT അതായത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. സാധാരണയായി നമ്മൾ കമ്പ്യൂട്ടറോ ഫോണോ ആണ് ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ IoT വഴി നമ്മുടെ വീട്ടിലെ ബൾബ്, AC, ഫ്രിഡ്ജ് മുതൽ കൃഷിയിടത്തിലെ സെൻസറുകൾ വരെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും. കൃഷിയിടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന IoT സെൻസറുകൾ മണ്ണിന്റെ നനവ് എത്രയുണ്ടെന്ന് സ്വയം പരിശോധിക്കും. വെള്ളം കുറവാണെങ്കിൽ ഉടൻ തന്നെ കർഷകന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ തനിയെ മോട്ടോർ ഓണാക്കി നനയ്ക്കാനോ ഇതിലൂടെ സാധിക്കും. സെൻസറുകൾ ഉപയോഗിച്ച് ചെടികൾക്ക് എന്തെങ്കിലും രോഗബാധയുണ്ടോ അല്ലെങ്കിൽ വളത്തിന്റെ കുറവുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും സാധിക്കും. കന്നുകാലികളുടെ കഴുത്തിൽ ഘടിപ്പിക്കുന്ന സ്മാർട്ട് ടാഗുകൾ വഴി അവയുടെ ആരോഗ്യം പിന്നെ അവരുടെ ചലനങ്ങൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേപോലെ കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഒരു വരവുണ്ടായിരുന്നു, അഗ്രി ഡ്രോൺസ്. അതും ഒരു വലിയ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. കർഷകന്റെ അധ്വാനം കുറയ്ക്കാനും കൃത്യത ഉറപ്പാക്കാനും ഇവ സഹായിച്ചു. അതായത് പണ്ട് കർഷകർ തോളിൽ ടാങ്ക് ചുമന്ന് കീടനാശിനി തളിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഡ്രോണുകൾക്ക് അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചെയ്യാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം മരുന്നുകൾ തളിക്കുന്നത് കൊണ്ട് അമിതമായിട്ടുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി കർഷകന് നടന്ന് കണ്ട് നിരീക്ഷിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശത്ത് നിന്ന് വിളകളുടെ ഫോട്ടോകളും വീഡിയോകളും എടുക്കാം, നിരീക്ഷിക്കാൻ അത്ര എളുപ്പമായി മാറി എന്നുള്ളതാണ്. മൂന്നാമതായി താങ്ങുവിലയിലെ MSP വർധനവും ഫാർമർ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനുകളും ഒക്കെ കർഷകന് വിപണിയിൽ വിലപേശാനുള്ള കരുത്ത് നൽകി. നീതി ആയോഗ് അംഗം രമേശ് ചന്ദ് അവതരിപ്പിച്ച ഈ പഠനം കേവലം ഒരു അവകാശവാദമല്ല, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കൃത്യമായ ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ചൈനയുമായിട്ടുള്ള താരതമ്യമാണ്. കാർഷിക മൂല്യവർദ്ധനവിൽ GVA ഇന്ത്യ 4.6% വളർച്ച നേടിയപ്പോൾ ലോകശക്തിയായ ചൈനയെ പോലും നാം പിന്നിലാക്കി. പണ്ട് സബ്സിഡികൾക്ക് പിന്നാലെ പോയിരുന്ന കർഷകന് ഇന്ന് നിക്ഷേപങ്ങളിലൂടെയും നൂതന കൃഷി രീതികളിലൂടെയും സ്വന്തം വരുമാനം കണ്ടെത്താൻ കഴിയുന്നു എന്നതാണ് ഈ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റം. തീർച്ചയായും പണപ്പെരുപ്പവും സ്വതന്ത്ര പഠനങ്ങളും ഒക്കെ തന്നെ മുൻനിർത്തിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എങ്കിലും കൃഷി ഒരു നഷ്ടക്കച്ചവടമാണെന്ന പഴയ ബോധ്യം മാറി അതൊരു ലാഭകരമായ ബിസിനസ്സായി മാറുന്നു എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ ആ കുതിപ്പിന് കരുത്ത് പകരുന്നത് നമ്മുടെ കർഷകരാണ്. മോദി സർക്കാരിന്റെ ഈ 10 വർഷം അല്ലെങ്കിൽ 12 വർഷം ഇന്ത്യൻ കൃഷിയെ ആധുനികവൽക്കരിക്കുക മാത്രമല്ല, കർഷകന്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളം.